സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദിലയും നൂറയായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ആദില അനീഷേട്ടനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നൂറ് നമ്മുടെ അനുമോളോട് പറയുന്നുണ്ട്, ഇനി നീ നടക്കാൻ പാടില്ല, നീ അവിടെ തന്നെ നിൽക്കുന്നു, അഭിനയിക്കുന്ന ആളല്ലേ, നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് അഭിനയിച്ചുകൊണ്ട് നടക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഒരു കള്ളച്ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ എന്ന്, എനിക്ക് കള്ളച്ചിരി ചിരിക്കാൻ അറിയില്ല എന്ന് ഷാനവാസിനോട് അനുമോൾ പറയുന്നുണ്ട്. എൻ്റെ അനുമോളെ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത്? നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിന്നോട് ഞാൻ ഒരു കാര്യവും പറയുന്നില്ല എന്ന് തന്നെ നൂറ് കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, എന്നോട് പറയണ്ടെന്ന് പറയണ്ട, പറയണ്ടെന്ന് പറഞ്ഞതിൽ തന്നെ ഒരു അഭിനയം ഉണ്ടല്ലോ എന്ന് ഷാനവാസ് കളിയാക്കൊണ്ട് പറയുന്നുണ്ട്. ഇക്കാക്ക് വേറെ പണിയൊന്നുമില്ലേ ഓളിങ്ങനെ കളിപ്പിച്ചുകൊണ്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. അപ്പോൾ അനുമോൾ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ ഞാനായിട്ട് നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഞാനായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. ആദിലയും അനീഷേട്ടനും നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നോമിനേഷൻ കഴിഞ്ഞതോടെ എല്ലാവർക്കും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തിട്ടുണ്ട്. പക്ഷേ അനുമോളാണ് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി ചെയ്തത്. കാരണം കുറ്റം പറയേണ്ട സമയത്ത് കുറ്റം പറഞ്ഞിട്ട് ഒരു നല്ല പോയിന്റും സാബുമാൻ്റെ ഒക്കെ ആണെങ്കിലും എല്ലാം പറഞ്ഞിട്ട് സാബുമാൻ ഇപ്പോൾ എല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതൊരു നല്ല പോയിന്റാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നെവിനാണെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്. പക്ഷേ ഫുഡിനെക്കാട്ടി കൂടുതൽ പ്രാമുഖ്യം ടാസ്കിന് കൊടുക്കണമെന്നാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും നോമിനേഷനിൽ ഈ ആഴ്ച അനുമോൾ, ഷാനവാസ്, അതേപോലെ ലക്ഷ്മി, നെവിൻ, അനീഷേട്ടൻ, അതേപോലെ തന്നെ ബിന്നി, അക്ബർ എന്നിവരാണ് വന്നിരിക്കുന്നത്. രക്ഷപ്പെട്ടവർ എന്ന് പറയുന്നത് ആദില, നൂറ, അതേപോലെ തന്നെ ആര്യൻ.